സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പഴയന്നൂർ പറക്കുളം സ്വദേശി ബഷീർ സുമനസുകളുടെ കാരുണ്യം തേടുന്നു. 45 ലക്ഷം രൂപ കണ്ടെത്താൻ കുടുംബം ബുദ്ധിമുട്ടുകയാണ്. പഴയന്നൂർ മഹലിൽ പറക്കുളം ദേശത്ത് താമസിക്കുന്ന മാടപ്പാട്ട് വീട്ടിൽ 54 വയസ്സുള്ള ബഷീറിനാണ് അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുന്നത്. ചികിത്സയ്ക്കായി ഏകദേശം 45 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കല്യാണ പ്രായമായ ഒരു പെൺകുട്ടിയും കൂടാതെ 13ഉം 11ഉം വയസ്സായ 2 ചെറിയ കുട്ടികളുമുള്ള ഈ നിർധന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ബഷീർ. ഈ ഭീമമായ തുക കണ്ടെത്താൻ യാതൊരു വഴിയുമില്ലാതെ വിഷമിക്കുന്ന കുടുംബത്തെ സഹായിക്കാനും ബഷീറിന്റെ ജീവൻ രക്ഷിക്കാനുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ പഴയന്നൂർ ശാഖയിൽ പ്രത്യേക അക്കൗണ്ടും ആരംഭിച്ചു. എല്ലാവരുടെയും ചെറിയ സഹായങ്ങൾ പോലും ഈ കുടുംബത്തിന് വലിയ ആശ്വാസമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി പറഞ്ഞു. സുമനസുകൾ കനിഞ്ഞാൽ മാത്രമേ ഈ പ്രവാസിയുടെയും കുടുംബത്തിന്റെയും കണ്ണീരൊപ്പാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് പറക്കുളം പ്രദേശത്ത് താമസിക്കുന്ന മാടപ്പാട്ട് വീട്ടിൽ ബഷീർ എന്ന അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖം മൂലം അതിതീവ്ര ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യണം. അതിനൊരു 45 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു നിർധന കുടുംബമാണ്. 3 ചെറിയ കുട്ടികളടങ്ങുന്ന ഒരു കുടുംബമാണ്. ഏക ആശ്രയമാണ് കുടുംബത്തിൻ്റെ അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ആ വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും വാർഡ് തലത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരനെ രക്ഷിക്കാനുള്ളൊരു സഹായം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ ഉത്തരവാദിത്തമായി കരുതിക്കൊണ്ട് തന്നെ എല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്യാൻ ഈ ഒരു അവസരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. എല്ലാവരും മുന്നിട്ട് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് തലത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ദിവസം തന്നെ എല്ലാ വാർഡുകളിലും ഇറങ്ങി അദ്ദേഹത്തിനാവുന്ന സഹായം ചെയ്യാൻ എല്ലാ നന്മയുള്ള ആളുകളോടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവർക്കാവുന്ന സഹായം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ നമുക്ക് ഓരോരുത്തരും ഇടപെടണമെന്ന് എല്ലാ വാർഡ് മെമ്പർമാരുടെയും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ആളുകളും സഹകരിക്കുക, അദ്ദേഹത്തെ രക്ഷിക്കുന്നതിനായിട്ട് കൂടെ നിൽക്കുക. ന്യൂസ് ഡെസ്ക് CCV.